ആർട്ടിസ്റ്റുകളെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊബൈലിൽ കൈകൊണ്ട് വരച്ച് മടുത്തവർക്ക് വേണ്ടി ഒരു അടിപൊളി സ്റ്റൈലസ് പെന്നാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഗായ്സ്, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും തന്നെ മിക്ക യൂട്യൂബേഴ്സും പരിചയപ്പെടുത്തിയിട്ടുള്ള ELV സ്റ്റൈലസ് പെൻസിലിനെ കുറിച്ചല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ELV സ്റ്റൈലസ് പെൻസിലാണ്. അപ്പോൾ ഇത് ഞാൻ ചൂസ് ചെയ്യാത്തതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലുക്ക് നമുക്കൊരു രസമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങാതിരുന്നത്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ടക്സറിൻ്റെ സ്റ്റൈലസ് പെന്നാണ്. അതായത് ഈ പെന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ കാണാം, നമ്മൾ ആപ്പിളിൻ്റെ ആ സ്റ്റൈലസ് പെന്നിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് നമുക്ക് ഈ പെൻസിലിന്. ഇപ്പോൾ ELV പെൻസിലാണെങ്കിലും ഈ പെൻസിലാണെങ്കിലും ഏകദേശം ഒരേ ഫങ്ഷൻസൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 449 രൂപയാണ് ഈ പെൻസിലിന്. ELVക്ക് ആണെങ്കിൽ അത് 399 രൂപയാണ്. പക്ഷെ ഞാൻ വാങ്ങിയപ്പോൾ രണ്ട് പെന്നിനും 399 രൂപ തന്നെയായിരുന്നു. ഇപ്പോൾ അന്ന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഓഫർ വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ പ്രൈസ് തന്നെ ഈ പെൻസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഈ പെൻസിൽ വളരെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ധാരാളം ഫങ്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷെ നമുക്ക് ഈ പെൻസിൽ ആമസോണിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ELV ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അതുപോലെ തന്നെ ആമസോണിൽ രണ്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടക്സറിൻ്റെ പെൻസിൽ നമുക്ക് ആമസോണിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് വെള്ള കളറാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഈ രീതിയിൽ ബ്ലൂ കളർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റൈലസ് പെൻസിൽ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. നമുക്ക് ആ കവറൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റൈലസ് പെൻ. ഇപ്പോൾ ടക്സർ ദിസ് ഈസ് എ മാജിക്കൽ സ്റ്റൈലസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നോക്കാം, നല്ല അടിപൊളി സാധനം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളൊരു ബ്ലാക്ക് കേസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റൈലസ് പെൻ. അടിപൊളി സാധനമാണ്. നമുക്കത് എടുക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം വെയിറ്റുള്ളൊരു സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്റ്റൈലസ് പെൻ. ഇപ്പോൾ ഇവിടെ ടക്സറിൻ്റെ ഒരു ലോഗോ ഒക്കെ ഉണ്ട്. കൊള്ള അടിപൊളിയാണ്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ നിബിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് കാണുന്ന ഒരു പ്ലാസ്റ്റിക് ഡിസ്ക്കാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഈ രീതിയിൽ നമുക്കിങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് ഡിസ്ക്കാണത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആ ഡിസ്ക് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ആ നിബ് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാസ്റ്റിക്കിൽ പിടിച്ച് വലിച്ചു ഊരാതെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് വലിച്ചു ഊരണം. ഇപ്പോൾ ഇതേപോലത്തെ ഒരു നിബ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. വേറൊരു എക്സ്ട്രാ നിബും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ലഭിക്കും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഭാഗം നമ്മൾ തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഭാഗം നമുക്ക് തുറന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിൽ ഇതാ ഒരു നിബ് നമുക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് അടച്ചു വെക്കാം. ഓക്കെ, ഇനി ആ നിബ് നിങ്ങൾ കണ്ടല്ലോ. നിബ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്ലീനായിട്ട് സൂക്ഷിക്കണം. നിബും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ സ്ക്രീൻ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മാഗ്നറ്റാണ്. രണ്ട് എൻഡിൽ നിങ്ങൾക്ക് മാഗ്നറ്റ് കാണാം, കണ്ടില്ലേ? ഈ രീതിയിൽ നമുക്ക് ആ ടോപ്പ് അടയ്ക്കാൻ വളരെ എളുപ്പമാണ്. മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വെക്കുമ്പോൾ തന്നെ അത് അടഞ്ഞു കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് നമ്മുടെ മൊബൈലിലൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ മൊബൈൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നൈസായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പെൻസിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ സ്ക്രീനും അതുപോലെ തന്നെ ഇതിൻ്റെ ആ പ്ലാസ്റ്റിക് ഡിസ്കും എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രീതിയിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു പ്രോബ്ലം ഇല്ല, ഒരു സ്റ്റക്കോ ലാഗോ ഒന്നുമില്ല. വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പെൻസിലിൻ്റെ നിബ് വിവിധ ഡയറക്ഷനിൽ നമുക്ക് ചരിക്കാനൊക്കെ പറ്റും. അതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിലും ഈ പെൻസിൽ വെക്കാം. ഈ രീതിയിൽ ആ പ്ലാസ്റ്റിക് ഡിസ്ക് ഇങ്ങനെ വളഞ്ഞ് നമ്മുടെ സ്ക്രീനുമായിട്ട് ഇങ്ങനെ
കോണ്ടാക്റ്റ് ആയിട്ട് വന്നോളൂ. നമ്മൾ ഒരു മാഗ്നറ്റിക് ഒട്ടുന്ന രീതിയിൽ തന്നെ ആ രീതിയിൽ കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്കിങ്ങനെ വരയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പെൻസിൽ സാധാ ബുക്കിൽ നമ്മളൊരു പെൻസിൽ വെച്ച് വരയ്ക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് പെൻസിൽ ചെരിച്ചോ എങ്ങനെ വേണമെങ്കിലും എങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, ആ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ നിബിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് ഏത് സ്റ്റൈലസിലും അങ്ങനെ തന്നെ ആയിരിക്കും, ELVയിലൊക്കെ ആ രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു 4 ഡ്രോയിങ് ആപ്സ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ആപ്പിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഐബിസ് പെയിൻറ്റിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ക്യാൻവാസ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ സൈസ് കുറച്ച് കൂടുതലായിരുന്നു, സൈസ് ഒന്ന് കുറയ്ക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ കണ്ടില്ലേ, ഒരു പ്രോബ്ലം ഇല്ല, ഒരു സ്റ്റക്കോ ലാഗോ ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ബ്രഷൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല, നമുക്ക് സാധാ ഒരു പേപ്പറിൽ നമ്മൾ വരയ്ക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ വരച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എഴുതാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പടം വരച്ച് കാണിച്ചു തരാം. വെറുതെ ഒരു ഫേസ് ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു. കണ്ടില്ലേ, ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാൻ സാധിക്കും. നമുക്ക് കൈ കൊണ്ട് വരച്ച് ശീലിച്ചവർക്കാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് സ്പീഡിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സ്കെച്ച് ബുക്കിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുന്നു. കണ്ടില്ലേ, നമ്മൾ ഐബിസ് പെയിൻറ്റിൽ ചെയ്ത പോലെ തന്നെ ഒരു പ്രശ്നമില്ല, വളരെ അടിപൊളിയായിട്ട് നമുക്ക് സ്കെച്ച് ബുക്കിലും ഈ രീതിയിൽ തന്നെ വരച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ഓപ്ഷൻസും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇൻഫിനിറ്റ് ഡിസൈനിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല, നമുക്ക് എല്ലാ ആപ്പിലും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഒരു പ്രോബ്ലം ഇല്ല, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ അവസാനമായിട്ട് അഡോബ് ഇല്ലുസ്ട്രേറ്ററിലും കൂടെ ഒന്ന് നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയൊരു ഇതെടുത്തു. ബ്രഷൊക്കെ നമുക്ക് ഓരോ ബ്രഷും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല, നമ്മൾ ഇൻഫിനിറ്റിൽ വരച്ച രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വേറെ ബ്രഷ് എടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു പ്രോബ്ലം ഇല്ല, ഏത് ബ്രഷും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഏത് ബ്രഷും കൊണ്ട് വേണമെങ്കിലും വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടക്സർ സ്റ്റൈലസ്. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് വരച്ച് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ഈ സ്റ്റൈലസ് നിങ്ങൾ വാങ്ങുക. ഇപ്പോൾ വാങ്ങി ഉപയോഗിക്കുക. ഇത് തന്നെ വാങ്ങണമെന്നില്ല, നിങ്ങൾക്ക് ELV ആണെങ്കിലും വാങ്ങാം. ഇപ്പോൾ ഇത് കുറച്ചും കൂടെ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ കാണാൻ നല്ല ലുക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇപ്പോൾ ഇതിനൊരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഞാനിത് കുറേ നാളായി ഉപയോഗിക്കുന്നു, ഏകദേശം 20 ദിവസം, ഒരു മാസത്തിൻ്റെ അടുത്താവാറായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുക, അപ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.